എന്താ പറയാ, ഇപ്പൊ നിങ്ങളാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ ആ ഒരു രംഗം ഞങ്ങളുടെ വെഡിങ്ങിന്റെ ക്ലൈമാക്സ് രംഗമാണ്. ഇപ്പൊ പൊട്ടി കരയും അങ്ങനെ ഭയങ്കര ശോകത്തിലായിരുന്നു. വിത്തിൻ സെക്കൻഡ്സിൽ അത് മാറുകയും ചെയ്ത് ഫണ്ണാവുകയും ചെയ്ത് അവര് അത് പൊട്ടിച്ചിരിയാവുകയും ചെയ്തു. ആർക്കും തെറ്റിനായിട്ട് കാണിക്കുന്നവരെയാ രണ്ടുപേർക്കും തെറ്റി. പക്ഷെ ക്യാമറ ഫോക്കസ് ചെയ്തത് ഞാൻ ബാക്കിൽ ഉണ്ടായിരുന്നു. ഇവൻ പിന്നെ കൂടെ നൈസായിട്ട് അങ്ങോട്ട് പോകുന്നു. നമ്മൾ ഒട്ടും ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല, ഒന്നും പ്ലാൻഡ് അല്ല. ഏതാതൊന്നല്ല, നാച്ചുറലി സംഭവിച്ചു പോയി. കല്യാണം നടന്നു എന്നാൽ തന്നെ കേരളം മൊത്തം അറേഞ്ച് ചെയ്ത്. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഇങ്ങനെ തിരിച്ചറിയാനാണ് സ്പെക്സ് വന്നേക്കുന്നത് വരെ സെയിം ഫ്രെയിം. നിങ്ങൾ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണോ? മറ്റുള്ളവർ ട്രബിളിലാവുമ്പോ നമുക്കൊരു രസമല്ലേ. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അതില് റൈറ്റ് ഹാൻഡില് ടാറ്റു ചെയ്തേക്കുന്നത് സുജിത്ത്, ലെഫ്റ്റ് ഹാൻഡില് ടാറ്റു ചെയ്തേക്കുന്നത് ശരത്. കണ്ടുപിടിച്ചു. അത് പലരും കണ്ടുപിടിക്കാത്തതാണ്. ചെറിയ ടാസ്ക് ആരട്ടെ കണ്ടുപിടിക്കും. കണ്ണടച്ചിട്ട് കയ്യിലെ വിരല് തൊട്ടിട്ട് ആളെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള. പറഞ്ഞോ, എന്താ പറയാനുള്ളേ? തൊട്ട് അല്ല ആണ് 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 അല്ല അല്ല ഞാനതെ അതെ. ഒരാൾ അതേക്ക് മറ്റേയാള് അതേ തന്നെ ആയിരിക്കണമല്ലോ. ഒന്ന് ഉറപ്പിച്ചു പറ. ഉറപ്പാണോ? എനിക്ക് ഉറപ്പില്ല. ഇനി ഫോൾഡ് ചെയ്ത് തനിയെ അയച്ചോ. ഇത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ്? ലവ് ഒന്നല്ല, അറേഞ്ച്ഡ് തന്നെയാണ്. ട്വിൻസ് മാട്രിമോണിയിൽ കണ്ട് അങ്ങനെ അപ്രോച്ച് ചെയ്ത്. എനിക്കൊന്ന് നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആണെങ്കിൽ പോലും അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പൊ മാറി നിൽക്കുന്നെന്ന് തോന്നുന്നു. ഇവര് ഫുൾ ടൈം ഒരുമിച്ച് തന്നെ. സെപ്പറേറ്റ് ആയിട്ട് മാറി നിന്നിട്ടില്ല. ഒരു റൂം ആയിരുന്നോ ഷെയർ ചെയ്യുന്നില്ല? പഠിക്കാൻ പോയത് ഒരു ക്ലാസ്സിൽ മാറില്ല, ഒരേ ബെഞ്ചില് മാർക്കും സിമിലർ ആയിരിക്കും. ഇവര് അങ്ങനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളെ കുറച്ചും കൂടെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണോ? ഫസ്റ്റ് ടൈം കാണുമ്പോൾ അത് അടുത്തറിയാൻ ആൾക്കാർ എന്നെ സൂചന പെട്ടെന്ന് അറിയാം. പക്ഷെ ഇവരങ്ങനെ പെട്ടെന്ന് പിടുത്തം. ഇവര് മേക്കപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഈ മറകണ്ണ് വാങ്ങി പോകും. റിയാലിറ്റിയില് നമ്മള് ഇങ്ങനെ ഈ ഇതിൽ നിൽക്കുമ്പോ നമുക്ക് തിരിച്ചറിയും. ഇതിൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇച്ചിരി പ്രയാസമാണ്. പെണ്ണ് കാണലിന്റെ ടൈമില് ഇതൊരു ചർച്ചയായിരുന്നു, അത് തിരിച്ചറിയാൻ പറ്റാഴിക. അച്ഛനമ്മയും ഒക്കെ ആയിരുന്നു. അവർക്ക് നമ്മുടെ ടേസ്റ്റ് അറിയാം. അപ്പൊ പിന്നെ എല്ലാവരും ചോദിക്കും എങ്ങനെയാ മുന്നോട്ടുള്ള കാര്യങ്ങള് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവില്ല, ചാലഞ്ച് ആവില്ല, അത്ര റിസ്ക് എടുക്കണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം അത് എങ്ങനെ എടുക്കണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം. ആസ് എ ട്വിൻ എന്ന രീതിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ അതുപോലെ ആയിരിക്കണില്ല മറ്റുള്ളവരുടെ ഭാഗത്ത്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ട്വിൻസിന്റെ മാരേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എങ്ങനെ അത് തന്നെ നോൺ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിലോ ആ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിരിക്കും. കാരണം ഇവര് തമ്മിൽ എങ്ങനെ ട്വിൻസുകൾ തമ്മിൽ മാരേജ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു തിരിച്ചറിയുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിച്ച ഒരു റീലിലെ താരങ്ങളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റുകളായിട്ടുള്ളത്. ശരത്, സുജിത്ത്, ശ്രീദേവി, ശ്രീലക്ഷ്മി. വെൽക്കം. അങ്ങനെ എന്താ പറയാ, ഇപ്പൊ നിങ്ങളാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന. ഒരു പേജ് കിടക്കുന്നു, അവിടുന്ന് റീമിക്സ് ആയിട്ട് വേറെ വേറെ പേജുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് മെയിൻ കാരണം എന്താന്ന് താരങ്ങളാണ്. ഓക്കെ, അപ്പം സുജിത്ത് കല്യാണം കഴിച്ചിരിക്കുന്ന ആരെയാണ്? ശ്രീദേവിയാണോ ശ്രീലക്ഷ്മിയാണോ? ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയാണ്. അപ്പം ശരത്ത് കല്യാണം കഴിച്ചിരിക്കുന്നത് ശ്രീദേവിനെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ശരത്തിനെ സുജിത്തിന്റെയും, അതായത് ആ റീലില് എല്ലാരും പറയുന്നത് എങ്ങനെ തിരിച്ചറിയാനാണ് നിങ്ങൾ മാച്ചിങ് ആയിട്ട് ടാറ്റു വരെ ചെയ്തത്. സ്പെക്സ് വന്നേക്കുന്നത് വരെ സെയിം ഫ്രെയിം. മനഃപൂർവ്വം തിരിക്കാൻ വേണ്ടിയാണോ? ഇല്ല, നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറയില്ല. മറ്റുള്ളവർ ട്രബിളിലാവുമ്പോ നമുക്കൊരു രസമല്ലേ.
പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ ഇന്നലെ തൊട്ട് ഞാൻ കൂലംകുഷമായിട്ടിരുന്ന് ഭയങ്കര ഗവേഷണത്തിലായിരുന്നു. റൈറ്റ് ഹാൻഡില് ടാറ്റു, അതായത് സെയിം ടാറ്റു ആണ് ഇവർക്ക് രണ്ടുപേർക്കും. അതില് റൈറ്റ് ഹാൻഡില് ടാറ്റു ചെയ്തേക്കുന്നത് സുജിത്ത്, ലെഫ്റ്റ് ഹാൻഡില് ടാറ്റു ചെയ്തേക്കുന്നത് ശരത്. ഞാൻ കണ്ടുപിടിച്ചു. പലരും കണ്ടുപിടിക്കാത്തതാണ്. ഓക്കെ, അപ്പോ അതൊക്കെ നിങ്ങളെ അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണെങ്കിൽ ടാറ്റു വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീലക്ഷ്മിനെ ശ്രീദേവിനെ ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് മറുപടി വെച്ചിട്ടാണല്ലോ തിരിച്ചറിയാം. ഓക്കെ, ഞാനൊരു സംഭവം. ഓക്കെ, അപ്പം ഈ ഒരു റീല് വൈറലായി എന്നുള്ള കാര്യം എന്നാ അറിയുന്നേ? അത് ഇന്നലെ അവൻ റീല് പോസ്റ്റ് ചെയ്തേ മിഞ്ഞാന്നല്ലേ? മിഞ്ഞാന്നാണ്. ഒരു ഉച്ചയോടെയാണ്. എന്റെ ഫ്രണ്ടാണ് പോസ്റ്റ് ചെയ്തത്. എന്റെ ഒരു ഭവിനേഷ് ഭരതൻ. അവരുടെ വെഡിങ് കമ്പനി ആയിരുന്നു, ഫോട്ടോഗ്രാഫി കമ്പനി ആയിരുന്നു. അപ്പൊ അവൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്, ഒരു പണി വന്നിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് എടുത്ത് നോക്ക്, കൊലാബ് ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തേക്കുന്നു. അന്ന് ഉച്ചവർക്കുന്ന സമയം എന്തോ ആയിരുന്നു. കഴിഞ്ഞ ഞാൻ തുറന്നു നോക്കിയപ്പോ ഇത് കണ്ട് ഇത് അപ്പൊ എന്തോ കെയും കിടന്ന് മില്യണൊക്കെ ആയി, ഫുള്ള് വ്യൂയും ഷെയറും മെസ്സേജും മൊത്തം. അതൊരു ഹാഫ് ആൻ അവർ അതിന്റെ ഉള്ളിലാണ് ഭയങ്കരമായിട്ട് കെ എത്തി. പിന്നെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അത് മില്യണായി. പിന്നെ അവിടെ നിന്ന് കയറാൻ തുടങ്ങി. ഇതിപ്പം ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അത് 9 മില്യൺ ആയിട്ടുണ്ട്. അതെ, ആയിട്ടുണ്ട്. പറയുന്ന മെയിൻ നിങ്ങളുടെ എക്സ്പ്രഷൻ ആണ്. മെയിൻ എക്സ്പ്രഷൻ ആർക്കും തെറ്റിയത് ആർക്കാ? തെറ്റിനായിട്ട് കാണിക്കുന്ന രണ്ടുപേർക്കും തെറ്റി. പക്ഷെ ക്യാമറ ഫോക്കസ് ചെയ്തത് ഞാൻ ബാക്കിലുണ്ടായിരുന്നു. ഇവൻ പിന്നെ കൂടെ നൈസായിട്ട് അങ്ങോട്ട് പോകുന്നു. അത് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു, രണ്ടുപേർക്കും തെറ്റി. നീ തെറ്റിച്ചത് നന്നായതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല എന്നുള്ള രീതിയില് പതുക്കെ ഒരാളപ്പുറത്തേക്ക് പോയതേക്ക് പതുക്കെ നൈസായി വരുന്നുണ്ട്. അപ്പം ആരാ അവിടെ നിന്നിട്ട് പറയുന്നത്? ഞാനല്ല, അതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു എൻഗേജ്മെന്റ് നടക്കുന്നത് സെപ്റ്റംബർ 2024 ഏപ്രിൽ ആ ഒരു ടൈം. ഓക്കെ, ഞാൻ സെപ്റ്റംബർ ആണ് പിന്നെ പിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ചോദിച്ചു. അപ്പം ഏകദേശം 1 ഇയർ എടുത്തു അല്ലെ കല്യാണത്തിലേക്ക്? അതെങ്ങനെയാ? ഇത് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ? ലവ് ഒന്നല്ല, അറേഞ്ച്ഡ് തന്നെയാണ്. പക്ക അറേഞ്ച്ഡ് ആണ്. എങ്ങനെ കിട്ടിയത്? ഞങ്ങൾക്ക് ട്വിൻസ് മാട്രിമോണിയിൽ കണ്ട് അങ്ങനെ അപ്രോച്ച് ചെയ്ത് ഞങ്ങൾക്കൊരു ഓൾ കേരള ട്വിൻസ് അസോസിയേഷൻ പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. ഗെറ്റ് ടുഗദറും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നുണ്ട്. അപ്പൊ ആ അസോസിയേഷൻ ഉണ്ടായാൽ തന്നെ ഒരു മാട്രിമോണി ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ചുമ്മാ കൊടുത്തിട്ടതാണ്. അങ്ങനെ പിന്നെ ഇവരുടെ പ്രൊഫൈലും കണ്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി. അപ്പൊ അങ്ങനെ സംസാരിച്ചവർക്ക് സംസാരിച്ച് അപ്രോച്ച് ചെയ്താണ്. അത് അങ്ങേയറ്റം ഇങ്ങേയറ്റം ആറ്റിങ്ങല് പിന്നെ ഷോറൂര്. അത് ഈ ഒരു ആലോചന വരുമ്പോ ഇപ്പൊ മെയിൻ ആയിട്ട് എല്ലാരും നോക്കുന്ന ഒരു കാര്യം ദൂരം. അതൊരു സീൻ ഉണ്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നു. ദൂരം ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു. ഇവരും പിന്നെ ട്വിൻസിനായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നല്ലൊരു ഇവരും പ്രൊഫഷൻ ഏതാണ്ടൊക്കെ സെയിം നമ്മള് ആഗ്രഹിക്കുന്ന പോലെ പിന്നെ ഒക്കെ കണ്ടപ്പോ അങ്ങനെ അപ്രോച്ച് ചെയ്ത്. പിന്നെ നമുക്ക് എല്ലാം തികഞ്ഞിട്ട് കിട്ടത്തില്ല. അതെ, ദൂരം ഇപ്പൊ ഇരട്ട വേണമെങ്കിൽ കിട്ടും, പക്ഷെ നമ്മള് ഏതെങ്കിലും നമ്മള് വിട്ടുവീഴ്ച ചെയ്യണം. അപ്പൊ ഇതില് ദൂരം പിന്നെ കൺസിഡർ ചെയ്തില്ല അങ്ങനെ. അല്ല, അപ്പം ഈ പറയുന്ന പോലെ നിങ്ങള് ഐഡന്റിക്കൽ ട്വിൻസ് അല്ലല്ലോ, നിങ്ങളുടെ രണ്ടു കൂട്ടരും. അങ്ങനെയാണോ? തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ആൾക്കാർക്ക്? നോൺ ഐഡന്റിക്കൽ അല്ലല്ലോ ഇവര്. അങ്ങനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഇവര്. നിങ്ങളെ കുറച്ചും കൂടെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണോ? ഫസ്റ്റ് ടൈം കാണുമ്പോൾ പാടാണ്. അത് അടുത്തറിയാൻ ആൾക്ക് എന്നെ സൂചന പെട്ടെന്ന് അറിയാം. പക്ഷെ ഇവരങ്ങനെ പെട്ടെന്ന് പിടുത്തം കിട്ടത്തില്ല. പക്ഷെ 1 വീക്ക് ഒക്കെ ആകുമ്പോ സെറ്റ് ആവും. ആണോ? 1 വീക്ക് ഒക്കെ ആകുമ്പോ. എന്നിട്ട് കല്യാണത്തിന് ഏകദേശം 1 വർഷം ഉണ്ടായിട്ട് കല്യാണത്തിന് അന്ന് തന്നെ തെറ്റിച്ചു. അല്ലെ, കല്യാണത്തിന് മാത്രല്ല, ഇത് എൻഗേജ്മെന്റ് ടൈമിലും ഞങ്ങളൊന്ന് പതറി. കാരണം ഇവര് മേക്കപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഈ മറകണ്ണ് വാങ്ങി പോകും. ഇത് റിയൽ ലൈഫില് നമുക്ക് ഇപ്പൊ റിയാലിറ്റിയില് നമ്മള് ഇങ്ങനെ ഈ ഇതിൽ നിൽക്കുമ്പോ നമുക്ക് തിരിച്ചറിയും
ഇതിൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പൊ ഒരു മേക്കപ്പ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതായിരുന്നു ഏറ്റവും കുഴപ്പിച്ചത്. കറുത്ത മറവ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അല്ല, ഇപ്പൊ മേക്കപ്പ് ഇല്ലാത്ത സമയത്ത് ഓക്കെ. അത് വെച്ചിട്ട് ശരിയാ, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഹൈഡ് ആകും, അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. ഈ ഒരു റീല് കണ്ടിട്ട് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചോ? ഒരുപാട് നമ്മൾ ഒരുപാട് കൊല്ലം കോണ്ടാക്ട് ഇല്ലാതിരുന്ന ഫ്രണ്ട്സ് വരെ നമ്മളെ വിളിച്ചു, ടെക്സ്റ്റ് ചെയ്തു. കല്യാണത്തിന് ക്ഷണിക്കാൻ മിസ് ചെയ്ത് പോയ പല ഫ്രണ്ട്സും നാട്ടുകാരും എല്ലാവരും ആണെങ്കിൽ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് എല്ലാ ലിങ്കും ഒക്കെ അയച്ചു. വേറെ പേജിന്റെ അവര് ഷെയർ ചെയ്ത കുറെ ലിങ്ക് ഒക്കെ എടുത്ത് അയച്ചു. അങ്ങനെ വൈറലൊക്കെ ആയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ തൊലിരിഞ്ഞ് നിൽക്കുക. അങ്ങനെ പറയണ്ടേ. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ആവേശം, ഭയങ്കര ഇത് സന്തോഷം. അതൊക്കെ ഇത് നമുക്കും അങ്ങനെ ഒരു ഹാപ്പിനെസ് പതിയെ വന്നു തുടങ്ങി. പിന്നെ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ഇല്ല മുന്നേ. നമ്മളത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയില് ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റ്സ് കിട്ടുന്നതും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണതും. അപ്പൊ അത് എങ്ങനെ എടുക്കണം, അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം മറ്റുള്ളവർക്ക്, അത് നമുക്കറിയില്ല. നിങ്ങൾ 4 പേരും പൊതുവെ ഞാൻ നോക്കുമ്പോ ഇൻസ്റ്റയിലൊന്നും അങ്ങനെ ഭയങ്കര ഫോളോവേഴ്സിനെ ഇതാക്കണം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരേ അല്ല. അങ്ങനെ ഒരാള് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട്, അതായത് അത് റെക്കോർഡഡ് ആണെന്ന് നിങ്ങൾ പോലും അറിഞ്ഞില്ലല്ലേ? അതെ, അപ്പഴത്തേക്ക് സ്വാഭാവികമായിട്ട് ചെന്നിട്ടുണ്ടാവും. പിന്നെ ഓക്കെ, അതുപോലെ തന്നെ പ്രൊഫഷൻ വൈസ് നിങ്ങൾ 4 പേരും പറയുകയാണെങ്കിൽ? പ്രൊഫഷൻ വൈസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോ സൗത്ത് കൊറിയയിലാണ് റിസർച്ച് ചെയ്യുന്നത്. ഞാൻ ഡോക്ടറാണ്, ഇപ്പൊ PG ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഞാൻ ഞാനും ബാംഗ്ലൂരാണ്, ക്ലിനിക്കൽ റിസർച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും റിസർച്ചിലാണ്. ഓ അതെ. അല്ല, ഇതിപ്പം ലോങ് ഡിസ്റ്റൻസ് ആണല്ലേ? കല്യാണത്തിന് മുമ്പ് അത് തന്നെ, കല്യാണത്തിന് ശേഷം അത് അല്ല, ജൂൺ കഴിഞ്ഞാൽ നമ്മളെല്ലാരും ബാംഗ്ലൂരിൽ സെറ്റിൽ ആവും. നമുക്ക് ബാംഗ്ലൂർ സെറ്റിൽ ആവണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതിലോട്ടുള്ള ഒരു മുന്നോടിയായിട്ട് നമ്മളൊരു സ്ട്രഗിളിങ്, ഒരു കുറച്ച് നാൾക്കുള്ള സ്ട്രഗിളിങ്, ലോങ് ഡിസ്റ്റൻസ്. ഇപ്പൊ കഴിഞ്ഞാൽ തന്നെ അവൻ പോവും, അവന് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാണ്ട് അവിടെ. പിന്നെ ഇവർ രണ്ടുപേരും PG കംപ്ലീറ്റ് ചെയ്യണം, ചെന്നൈ പോവും. ഇനി 1 year ഒരു അടുത്ത ജൂൺ ആവുമ്പോഴത്തേക്ക് നിങ്ങള് പ്ലാനിലാണ്. എല്ലാരും നേരത്തെ തന്നെ പ്ലാനൊക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്, അതാണ് ഫ്യൂച്ചർ പ്ലാൻ. എങ്ങനെ ഒരു വീട്ടിൽ തന്നെ വേണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരൊറ്റ ഒരു ബിൽഡിങ്ങിൽ തന്നെ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ജോലി എവിടേക്ക് കിട്ടുക, എങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങള് എങ്ങനെയായിരിക്കും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കൊന്ന് നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുന്നെന്ന് തോന്നുന്നു. ഇവര് തമ്മിൽ ഫുൾ ടൈം ഒരുമിച്ച് തന്നെ. ഇതുവരെ സെപ്പറേറ്റ് ആയിട്ട് മാറി നിന്നിട്ടില്ല. ഒരു റൂം ആയിരുന്നോ ഷെയർ ചെയ്യുന്നെല്ലാം? ഇപ്പോഴും ഹോസ്റ്റലിലും അങ്ങനെ തന്നെ. പഠിക്കാൻ പോയതും അങ്ങനെ, കൊച്ചിലെ മുതലേ ഒരുമിച്ച് തന്നെ, ഒരു ക്ലാസ്സിൽ മാറില്ല, ഒരേ ബെഞ്ചില്. മാർക്കും സിമിലർ ആയിരിക്കും. അല്ല, എനിക്ക് എന്റെ മെയിൻ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, ഫാമിലിക്ക് നിങ്ങൾക്ക് തമ്മിൽ തന്നെ തെറ്റുന്ന ഫാമിലിക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം? അടുത്തറിയുള്ള ഫാമിലി, അടുത്ത നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കണം ആരാണ്. നിങ്ങളെ ഈ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെയുണ്ട്? അതൊട്ടും അറിയില്ല. അത് ചോദിക്കുക, ആരാ? സൗണ്ട് കേട്ട ആർക്കും മനസ്സിലാവില്ല ആരാ സംസാരിക്കുന്നെന്ന്. സൗണ്ട് വരെ സെയിം. അതിപ്പോ എനിക്ക് തൊണ്ടയ്ക്ക് കുഴപ്പമുള്ളതുകൊണ്ട് ഇങ്ങനെ രണ്ടുപേർക്കും തൊണ്ടയ്ക്ക് ഒരു പണി കിട്ടി കിടക്കുകയാണ്. എന്റെ സൗണ്ട് സെയിം ആണ്, ഇവരുടെയും സൗണ്ട് സെയിം ആണ്. ഫോണിൽ കൂടെ വിളിച്ചാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. നമ്മള് ഇടയ്ക്ക് പ്രാങ്ക് ഒക്കെ ചെയ്യും, പറ്റേക്കൊക്കെ ചെയ്യും. ഇപ്പൊ അവന്റെ വല്ല ഫ്രണ്ട്സ് വിളിക്കുമ്പോ ഞാൻ അടുത്ത് സംസാരിക്കും, മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മള് സംസാരിക്കും, അവസാനേ പറയുള്ളൂ ഇത് അവനല്ല, ഇത് ഞാനാണ് പറയുക. അങ്ങനെ നിങ്ങള് ഒപ്പിച്ചതിൽ ഏറ്റവും വലിയൊരു പ്രാങ്ക് ഏതാന്ന് ചോദിച്ചാൽ ആരെ പറ്റിച്ചതായിരിക്കും പറയാ? പ്രാങ്ക് അങ്ങനെ പറ്റിക്കാൻ പൊതുവെ എടുത്ത് പറയാനുള്ള പ്രാങ്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പൊതുവെ എല്ലാ ഫ്രണ്ട്സിനായിട്ട് ഇങ്ങനെ പണി കൊടുക്കാറുണ്ട്. നമ്മളങ്ങനെ ഓർത്തിരിക്കാറില്ല, കാരണം ഒരുപാട് കൊടുക്കുന്ന കാരണം, പണികൾ കൊടുക്കുന്ന കാരണം, വെരി റെയർ പണികൾ കൊടുക്കുന്നവരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഓർത്തിരിക്കും. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് വിളിക്കാൻ സംസാരിക്കും, അവൻ സംസാരിക്കുന്ന ആ ടോണിൽ തന്നെ സംസാരിക്കും. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം എത്തുമ്പോ മാത്രമേ അതായത് അവനോട് കാട്ടോ എന്ന് പറയത്തുള്ളൂ. നിങ്ങൾ ഒപ്പിക്കാറുണ്ടോ പരിപാടി? അങ്ങനെയല്ല, എപ്പോഴും ഒരുമിച്ചാണല്ലോ. പിന്നെ
നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നല്ലേ നിങ്ങൾ രണ്ടുപേരും? ആണല്ലേ? അതെ, ഇവർ രണ്ടുപേരും കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാര്. പക്ഷെ ഇവരൊന്ന് അടുത്തറിഞ്ഞാ പിന്നെ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. അതെ സ്റ്റാർട്ടിങ് ട്രബിള്. അതെ, സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണോ രണ്ടുപേരും? കൂട്ടാവാൻ ടൈം എടുക്കും. കൂട്ടായി കഴിഞ്ഞാൽ നല്ല ഫ്രീ ആവും. അതെ, ഈ പെണ്ണ് കണ്ട സമയത്തൊക്കെ എങ്ങനെയാ? വൺ വേർഡ് റിപ്ലൈ മാത്രമാണോ കൊടുത്തേ? റിപ്ലൈ അന്ന് അത്രക്ക് മിണ്ടില്ലായിരുന്നു, എന്നാലും ഓക്കെ. പിന്നെ ഏകദേശം അടുക്കാൻ ഏകദേശം എത്ര ടൈം എടുത്തു നിങ്ങളോട്? നല്ല ഞങ്ങൾക്ക് ക്ലോസ് ആവാനാ? ഓക്കെ, ഇങ്ങനെ ഞാൻ കണ്ടതല്ലേ എന്ന് മനസ്സിലാക്കാൻ എത്ര ടൈം എടുത്തു? ഞങ്ങക്ക് അടുക്കാൻ ഒരു കുറച്ച് സമയം പിടിച്ചു. എനിക്ക് തോന്നുന്നൊരു 6 മാസം സമയത്തോളം എടുത്ത്. മെയിൻ പ്രശ്നം നമ്മൾ അടുത്തില്ലല്ലോ, ലോങ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് മാച്ച് ആവില്ല, കുറെ കാര്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് ടൈം എടുക്കും. അങ്ങനെയൊക്കെ ബേസിക്കലി എല്ലാവർക്കും സംഭവിക്കുന്ന ആ ഒരു സെയിം ആ ടൈം ലാപ്സ് നമുക്ക് കൊടുത്തു. അതെ, നിങ്ങൾ പൊതുവെ പെട്ടെന്ന് കമ്പനി ആവുന്ന ഒരു പ്രകൃതാണ് നിങ്ങൾ രണ്ടുപേരും. ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെ ആ ടൈം എടുക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ക്ലോസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയാ, പറഞ്ഞോ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലുള്ള കമന്റ് കിട്ടിയോ? എങ്ങനെ ശരത്തിന്റെ സുഹൃത്തിന്റെ ഫാമിലി എന്താ പറയുന്നത്? അവിടെ അവരുമായിട്ട് ക്ലോസ് ആയോ? അവരുമായിട്ട് ക്ലോസ് ആണ്. എന്താ പറയുന്നത്, രണ്ട് കുറുമ്പികൾ വന്നെന്നാണോ അതാ? അമ്മയച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവര് വലിയ പാവങ്ങളാണ്. ഇതുപോലെ ഈ വീഡിയോ വൈറലായി എന്നുള്ളത് എങ്ങനെയാ ഫാമിലിന്റെ റെസ്പോൺസ് എന്താ? അവരിനിപ്പോ ആകെ ഷോപ്പിട്ടിരിക്കുകയാണ്. നമ്മളെക്കാളും കോൾ അവർക്കാണ്. അതെ, കാരണം അവര് വീഡിയോയിലുണ്ട്. അതാ ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ അവര് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇവിടുന്ന് സൈഡിലായിട്ട് പോകുമ്പോഴത്തേക്ക് എതിരെ വരുന്ന എതിരെ വരുന്ന ആരാ? സുജിത്തോ? അതെ, ഭയങ്കരമായിട്ട് ഇങ്ങനെ നൈസായിട്ട് വരുന്നിട്ട് അത്. പക്ഷെ സത്യം പറഞ്ഞാൽ ആരും ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോ കാണുമ്പോഴോ രണ്ടുപേരും തെറ്റിയിട്ടാണ് നിൽക്കുന്നതെന്നുള്ള കിട്ടുന്നത്. അത് ആ ഒരു രംഗം അതൊരു ഞങ്ങളുടെ വെഡിങ്ങിന്റെ ക്ലൈമാക്സ് രംഗമാണ്. മനസ്സിലായോ? വെഡിങ് എല്ലാം കഴിഞ്ഞ് പറഞ്ഞിറങ്ങാണല്ലേ? അവരിപ്പോ പൊട്ടി കരയും, അങ്ങനെ ആക്ച്വലി ഭയങ്കര ശോകത്തിലായിരുന്നു. വിത്തിൻ സെക്കൻഡ്സിൽ അത് മാറുകയും ചെയ്ത് ഫണ്ണാവുകയും ചെയ്ത് അവര് അത് പൊട്ടിച്ചിരിയാവുകയും ചെയ്തു. അതെ, അതിപ്പം എല്ലാരും ഏറ്റെടുത്ത്. അതെ, എല്ലാരും, അതായത് മെയിൻ ആയിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ റിപ്പീറ്റ് ഇരുന്ന് കണ്ടു കേട്ടോ. എത്ര പ്രാവശ്യം കണ്ടെന്ന് അറിയില്ല. അതിന്റെ ക്യാപ്ഷൻ ആണ് മെയിൻ, ഒരു കയ്യബദ്ധം. പിന്നെ അതിന്റെ കൊമന്റ്സ് വായിച്ചാൽ പിന്നെ കുറെ ഫണ്ണാണ്. അതെ, നിനക്കും തെറ്റിയില്ല എനിക്കും തെറ്റി. ഞങ്ങള് നാലുപേരും ഇന്നലെ ഇരുന്ന് വായിക്കായിരുന്നു ഓരോ കമന്റ്സ്. ഞങ്ങള് ചിരിക്കുക എല്ലാവരും ഒരുമിച്ച്. അല്ല, ഓരോ കമന്റ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലിട്ട് തരും. അപ്പഴാ ഞങ്ങള് കമന്റ്സ് കാണാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ. അതെ, ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഇത്തിരി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതായത് റീൽസ് കാണൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. റീൽസ് എല്ലാം കാണും. അതെ അതെ, പക്ഷെ കമന്റ് ഇടുന്ന അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഉള്ളതല്ല. എങ്ങനെ സുജിത്തും ശരത്തും എങ്ങനെയാ? ഞാൻ ഇച്ചിരി ഒരു ആവറേജ് ആണ്. ഇൻസ്റ്റ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവരുടെ അടുത്ത് ഒരു ഇച്ചിരി നിർബന്ധ പ്രകാരമൊക്കെ തുടങ്ങി വെച്ചത്, പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ ആയിട്ട് അടുത്ത കാലത്ത്. ഇവര് ഭയങ്കര ആക്റ്റീവാണ്. അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻസ്റ്റല്ലേ? ഞാൻ ശ്രദ്ധിച്ചു. അത് നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് നമ്മള് റിലേഷൻ, അതായത് നിങ്ങൾ കല്യാണത്തിന് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ റിലേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന റീൽസ് ഷെയർ ചെയ്യാന്നൊരു സംഭവം ഉണ്ടല്ലോ. വാട്സാപ്പ് ഓപ്ഷൻ. വാട്സാപ്പ് ഞങ്ങള് റീൽസ് ഇൻസ്റ്റാഗ്രാം വഴിയല്ല, വാട്സാപ്പ് വഴി സെൻഡ് ചെയ്യാം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ വെച്ചാൽ പബ്ലിക്കാണ്, രണ്ടുപേർക്കും പോകും. ഞങ്ങൾ എന്താ വെച്ചാല് ഇങ്ങനെ മാട്രിമോണി കണ്ട് അപ്പൊ അങ്ങനെ ഒരു ഈ എൻഗേജ്മെന്റ് കുറച്ച് മാസം മുമ്പ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇങ്ങനെ മെസ്സേജ് അയച്ച് അങ്ങനെ അച്ഛൻ നമ്മുടെ നമ്പറൊക്കെ കൈമാറിയതൊക്കെ ആയിട്ട്. അപ്പൊ എനിക്കും സുഹൃത്തിന് അറിയില്ല ഞങ്ങൾ ആദ്യത്തെ സംസാരിക്കുന്നത്, ഏതാ സംസാരിക്കുന്നത്, മെസ്സേജ് ഒരു അക്കൗണ്ട് ഒന്ന്. അപ്പോ അങ്ങനെ പിന്നെ എൻഗേജ്മെന്റ് ശേഷമാണ് അടുത്തറിഞ്ഞതും പരിചയപ്പെട്ടതും ഒക്കെ. ഇപ്പൊ റീൽ അയക്കുമ്പോ തന്നെ ഒറ്റ അക്കൗണ്ട് റീല് വരും. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും എടുത്ത് നോക്കും. അത് ഇതിപ്പം ഈ കല്യാണത്തിനപ്പം സുജിത്ത അല്ലേ പുറത്തുള്ളത്, നോർത്ത് കൊറിയയില്. അപ്പം കല്യാണത്തിന് എത്ര ദിവസം മുമ്പ് നാട്ടിലെത്തി? ഒരു 5-6 ദിവസം മുന്നേ നാട്ടിലെത്തി. 5-6 ദിവസം മുന്നെയാണ് എത്തുന്നത്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ? ഞാന് ഒരാഴ്ച 1.5 മുമ്പ് എത്തിയിരുന്നു. അങ്ങനെ ഒരു ഗ്യാപ്പിലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നാട്ടിലെത്തിയിട്ടും കാര്യമില്ലല്ലേ, ഇത്രയും ലോങ് കിടക്കുന്നോണ്ട് കാണാൻ പോകുക എന്നുള്ളതൊന്നും നടക്കില്ല.
പിന്നെ ഇവരെത്തേണ്ട ഒരു സമയം ഞങ്ങള് എത്തി നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഫസ്റ്റ് ഇയർ നടന്നോണ്ടിരിക്കുക. എക്സാം കഴിഞ്ഞ അന്ന് അന്ന് രാത്രി തന്നെ വണ്ടി കയറി 13-ാം തീയതി രാവിലെ എത്തി. എത്തി. എല്ലാരും ഒരാഴ്ച മുന്നെയാണ് സ്വന്തം കല്യാണത്തിന് നല്ലത്. ഇനിയിപ്പം നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് എത്ര ദിവസം ഉണ്ട് ഇനി അങ്ങോട്ട്? ഇനിയിപ്പോ ജൂലൈ 8-ാം തീയതി വരെ. 8-ാം തീയതി വരെ. അതെ, ജൂലൈ 8-ന് ആദ്യം ഞാൻ ആദ്യം പോകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പോകും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എല്ലാരും ഒന്ന് പറഞ്ഞയച്ചിട്ട് ഞാൻ എല്ലാം പോകും. എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഈ പറയുന്ന പോലെ എന്താ പറയുന്നേ, നോൺ ഐഡന്റിക്കൽ ട്വിൻസ് രണ്ടുപേരും അങ്ങനെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഫസ്റ്റ് പെണ്ണ് കാണലിന്റെ ടൈമില് ഇതൊരു ചർച്ചയായിരുന്നു, അത് തിരിച്ചറിയാൻ പറ്റാഴിക. ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ചർച്ച, അച്ഛനമ്മയും ഒക്കെ ആയിരുന്നു, അവർക്ക് നമ്മുടെ ടേസ്റ്റ് അറിയാം. അപ്പൊ പിന്നെ എല്ലാവരും ചോദിക്കും എങ്ങനെയാ മുന്നോട്ടുള്ള കാര്യങ്ങള് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവില്ല, ചാലഞ്ച് ആവില്ല, അത്ര റിസ്ക് എടുക്കണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അത് എന്ന് വെച്ചാല് ഭയങ്കര റിസ്ക് ആണ്, രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാരും കൂലങ്കുഷമായിട്ട് ചിന്തിക്കുന്നു സ്വാഭാവികമായിട്ടും. ആ ഒരു കാര്യം എന്തെങ്കിലും വരൂലേ ഇതിനകത്തിലല്ലേ? ഓക്കെ, പിന്നെ നമുക്കറിയാം അത് എങ്ങനെ എടുക്കണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം. ആസ് എ ട്വിൻ എന്ന രീതിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ അതുപോലെ ആയിരിക്കണമല്ല മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന്. മുന്നിലേക്ക് പോകുമ്പോ എന്തായാലും ഈ പറയുന്ന പോലെ മാർക്ക് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഡിഫിക്കൾട്ട് ആയിരിക്കും. ഇപ്പൊ ദൂരെ നിൽക്കുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു സീൻ വരുമ്പോഴത്തേക്ക് ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു കോഡും വർക്ക് ചെയ്യില്ലെന്നറിയാം. കാരണം ഇവരെ ഫ്രണ്ടെന്ന് ഒന്ന് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് കഴിഞ്ഞാല് മനസ്സിലാവത്തില്ല. ഇല്ല, ഫ്രണ്ടിലേക്ക് തന്നെ വരണം. ഇരുട്ടാണെങ്കിൽ സാധനം വരല്ലേ സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെ കോഡൊന്നും വർക്കാവുന്നില്ല, അത് നിലനിൽക്കൂല കോഡ്. അതുകൊണ്ട് അതിനും ഏറ്റവും ബെസ്റ്റ് അപ്പൊ കോഡ് തന്നെയല്ലേ, കണ്ടു തിരിച്ചറിയുന്നതിനെക്കാളും അപ്പൊ നല്ലത് കോഡ് തന്നെയാ. അല്ല, കോഡ് ഇല്ലാണ്ട് തിരിച്ചറിയണം എന്നാണ് ഞങ്ങളുടെ ഒരു വാശി. അത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നൊരു ഇതില്ല, എന്നാലും ശ്രമിക്കുന്നില്ല. ആവുന്നൊരു വിശ്വാസം. അപ്പം ഇനി എത്ര നാളത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാരും തമ്മിൽ കാണുക? എന്തായാലും 1 ഇയർ. ഒരു വർഷത്തോടെ വീണ്ടും ലോങ് ഡിസ്റ്റൻസ്. പെണ്ണ് കണ്ടിട്ട് നിശ്ചയം കഴിഞ്ഞിട്ടും ലോങ് ഡിസ്റ്റൻസ്, കല്യാണം കഴിഞ്ഞിട്ട് ഇനി ലോങ് ഡിസ്റ്റൻസ്. സങ്കടം ഉണ്ടോ? ആണല്ലോ. ഞാൻ പിന്നെ ബാംഗ്ലൂരിലെ സ്ഥിതിക്ക് ഇടയ്ക്ക് പോയി കാണാതെ ഉണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ പറയാ, ഒരു ചെറിയ ടാസ്ക് അറിയട്ടെ രണ്ടുപേർക്കും. ടാസ്ക് പറഞ്ഞ് പേടിപ്പിക്കാൻ തിരിച്ചറിയുന്ന കാര്യമാണല്ലോ. അപ്പം കണ്ണടച്ചിട്ട് കയ്യിലെ വിരല് തൊട്ടിട്ട് ആളെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള ഒരു കൈ നോക്കല്ലേ. കണ്ണൊന്ന് തുറന്നിട്ട് ഫൗളൊന്നും കാണിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പൊ ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടുപേരും പതുക്കെ ഒന്ന് നിന്നിട്ടെ. നിങ്ങളുടെ ചെറിയതോ? അതായത് ഓക്കെ, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇപ്പം ആൾക്കാർ വരും, അതില് കൈവിരലുകൾ മാത്രമേ തൊടാൻ പാടുള്ളൂ, കൈവിരലിന് മേലേക്ക് തൊടാൻ പാടില്ല. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യണം അത് എന്റെ ഭാര്യ തന്നെയാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ ഓക്കെ, വരികയാണേ. കൈവിരല് മാത്രമേ തൊടാൻ പാടുള്ളൂ, അതിന് മേലേക്ക് തൊടരുത്. 2 കൈവിരലും നീട്ടിക്കൊടുത്തോ. പറഞ്ഞോ, എന്താ പറയാനുള്ളേ? തൊട്ട് തൊട്ടോ നോക്കിയേ. അവനവന്റെ വൈഫിന്റെ വിരലിൽ തന്നെയാണോ തൊട്ടോണ്ടിരിക്കണേ? അല്ല, ആണ് അല്ല അല്ല ഞാനതെ. അതെ, ഒരാൾ അതേക്ക് മറ്റേ അതേ തന്നെ ആയിരിക്കണമല്ലോ. ഒന്ന് ഉറപ്പിച്ചു പറ. അല്ല അല്ല അല്ല, ഇവിടെ അതേ പറയുന്നു. അല്ല അല്ല, രണ്ടുപേരും ഉറപ്പിച്ച് പറയുന്നതാണോ? അല്ല തന്നെയാണോ? അല്ല, ഇവിടെ അതേന്ന് പറയുന്നുണ്ട്. ഉറപ്പാണോ? എനിക്ക് ഉറപ്പില്ല. ഉറപ്പില്ലേ? ഉറപ്പാണ്. ഉറപ്പാണല്ല, വൈഫിന്റെ വരലല്ല. ഓക്കെ,
ഇനി ഫോൾഡ് ചെയ്ത് തനിയെ കഴിച്ചോ. ഉറക്കമെന്ന് പറഞ്ഞാൽ അതെ ശരിയായില്ലേ? അല്ലെങ്കിൽ ഓരോ ടാസ്കിന് കിട്ടിക്കൊണ്ടിരിക്കുക. അതിന്റെ പറഞ്ഞ ഇങ്ങനെ ഒരു ടാസ്ക് അല്ല, അത് കണ്ടില്ലേ, അത് എന്താ പറയാ, ഇതിപ്പം എനിക്ക് കൺഫ്യൂഷൻ. നിങ്ങൾ കറക്റ്റ് ആണോ പറഞ്ഞത്? എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഇതിലാരും ഇപ്പൊ കറക്റ്റ് പറഞ്ഞേ? അല്ലെന്ന് പറഞ്ഞാണോ കറക്റ്റ്, ആണെന്ന് പറഞ്ഞാണോ കറക്റ്റ്? എന്തായിരുന്നു കറക്റ്റ്? ഓക്കെ ഓക്കെ, എനിക്ക് തന്നെ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ഇപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. ഇസി ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ഒരു ടെൻഷൻ വീണ്ടും കയറി വന്ന പോലെ. ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പിണക്കം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവരുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത ഒരു മെയിൻ വിഷയമാണ്. അപ്പൊ അത് കാരണം എന്താ പറയാ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സുജിത്ത് ഭയങ്കരമായിട്ട് അത് അനുഭവിക്കുന്നുണ്ടാവും. ടൈം സോൺ ഡിഫറൻസ് വരുന്നതുകൊണ്ട് അല്ലേ? അപ്പം ഒരേ ടൈമിൽ വിളിക്കുക, ഇതൊക്കെ വെച്ചിട്ട് നല്ല ടാസ്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തമ്മി പറയാറുണ്ടോ? അങ്ങനെ വരാറുണ്ടോ? അതായത് നിങ്ങള് ബ്രദേഴ്സ് തമ്മിൽ സംസാരിക്കാറുണ്ടോ? ഇങ്ങനെ ഇത് നീ എങ്ങനെ മാനേജ് ചെയ്തു നിന്റെ കാര്യം, അങ്ങനെയൊക്കെ? അത് സംസാരിക്കാറുണ്ട്. പക്ഷെ ഞങ്ങള് ചോദിക്കും. അപ്പൊ അവനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുമ്പോ, ഞാനായിട്ട് എന്ത് ഇഷ്യൂ വരുമ്പോ ഞങ്ങള് ദിവസം സംസാരിക്കും. രാവിലെ ആണെങ്കിൽ വൈകുന്നേരം സംസാരിക്കും. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ തുറന്ന് പറയും, ഇങ്ങനെയൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയും. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാ, അതായത് നമുക്ക് സൊല്യൂഷൻ ആണോ മെയിൻ ആയിട്ട് നിങ്ങൾ തമ്മിൽ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോ നമ്മള് മെയിൻ ആയിട്ട് ഇതിനൊക്കെ നാളെ പറഞ്ഞു കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോ സെറ്റ് ആയിടാ, ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് ഞങ്ങൾ എടുക്കാറുണ്ട്. അതെ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പറയാറുണ്ട്? നമ്മൾ ഒരു റൂമിലാണല്ലോ, അപ്പൊ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതെ, വഴക്കാണെങ്കിൽ വഴക്കായോ പറയേണ്ട ആവശ്യമില്ല, സ്വരം അറിയാന്നൊക്കെ. ഇവരെ കൊണ്ട് എനിക്ക് തോന്നുന്നു ഇവരെയും കൊണ്ട് നിങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ടാസ്ക് കൂടുതലായിരിക്കും തോന്നുന്നു. കാരണം ഇവര് പെട്ടെന്ന് ആൾക്കാരോട് മിണ്ടാതെ വരുന്നതെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇത്. അത് മാറ്റിയെടുക്കണം എന്നൊരു ശ്രമത്തിലാണ് ഞങ്ങളും. അതെ, പൊതുവെ ഇങ്ങനെ ഉൾവലിഞ്ഞിങ്ങനെ നിൽക്കും, അങ്ങനെയാണോ? ഇച്ചിരി, അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഇപ്പൊ ഞാനും സുഹൃത്താണെങ്കിൽ ഇടിച്ചു കയറി ഞങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും സംസാരിച്ച് നിൽക്കും. ഇപ്പൊ ഇവർക്കാണെങ്കിൽ തന്നെ ഇപ്പൊ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, അതിങ്ങനെ മാറ്റിയെടുക്കണം എന്നൊരു ശ്രമത്തിലാണ് ഇപ്പൊ ഞാനും അവനും. പക്ഷെ ഞങ്ങളിപ്പോ കൂടെ നിർത്തുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ആരായിട്ട് സംസാരിക്കാൻ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും കൂടെ നിർത്തും, സംസാരിക്കാൻ അങ്ങനെ തന്നെ. ചെറിയ മാറ്റം വരുന്നുണ്ടോ രണ്ടുപേർക്കും? അല്ല, എനിക്ക് പൊതുവെ ഇങ്ങനെയാണ്, OPD പോയാൽ വേറെയാണ്, ഈ ഒരു ഇതല്ല. പേഷ്യൻസ് പ്രൊഫഷണലി ഇവര് ഭയങ്കര ടോക്കറ്റീവാണ്, ഭയങ്കര സംസാരിക്കും, ഭയങ്കര മിങ്കിളാവും. അത് ശരിയാ, അറിയാത്ത ആൾക്കാരോട് വരെ നിങ്ങൾ മിങ്കിൾ ആവണം എന്നുള്ള അത് ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോ അത് വർക്ക്ഔട്ട് ആവാൻ വിചാരിച്ച പോലെ പക്ക പ്രൊഫഷണലിസം, അത് ഇട്ടിട്ടൊരു കളിയൊന്നും ഇല്ലാതൊക്കെ. അപ്പം ഈ പറയുന്ന പോലെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. എനിക്ക് മെയിനായിട്ട് ഡൗട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. എനിക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അത് ചോദിക്കണം, ഇത് ചോദിക്കണം, മറ്റേ ചോദിക്കണം, മറിച്ച് ചോദിക്കണം, ഓക്കെ ടാറ്റോ ഇതൊക്കെ വെച്ചിട്ട് എല്ലാം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ഇനി മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഡൗട്ട് എന്നുള്ള രീതിയിൽ മെയിനായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? മെയിൻ, അതായത് ക്യൂരിയോസിറ്റിയോടുകൂടി വന്ന് മെയിൻ കൂടുതൽ ആൾക്കാർ നിങ്ങളോട് വന്ന് ചോദിച്ചു കല്യാണത്തിന് ശേഷം എന്താ ചോദ്യം? കല്യാണത്തിന് ശേഷം അല്ലെ? കല്യാണത്തിന് ശേഷം ഇപ്പൊ ഈ സംഭവിച്ചത് തന്നെ, അതായത് എങ്ങനെ മാനേജ് ചെയ്യും, അതായത് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എങ്ങനെ അവരിങ്ങനെ ആലോചിക്കുകയാണ്, മറ്റേ ഇങ്ങനെ നിങ്ങളെ രണ്ടുപേരും തിരിച്ചറിഞ്ഞ് ഡീല് ചെയ്യും എന്നൊക്കെ. അതാണ് മെയിൻ. എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും പോയി അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്ത് ചെയ്യുന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. എല്ലാരും ക്യൂരിയസ് ആയിട്ട് വന്ന് ചോദിക്കുന്നത് ഈ ഒറ്റ മാറ്ററാണ്. ഇവര് ഒരുമിച്ച് വെക്കുമ്പോ നിങ്ങൾ എങ്ങനെയുള്ള മനസ്സിലാക്കുക. അതെ, ഇനിയിപ്പം എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, നിങ്ങക്ക് ബേബി ഉണ്ടാവുന്ന ടൈമില് നിങ്ങൾ ഇതുപോലെ തന്നെ ഐഡന്റിക്കൽ ട്വിൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നോൺ ഐഡന്റിക്കൽ ട്വിൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തിരിച്ചറിയാൻ പറ്റാത്ത ട്വിൻസിനെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
ഞങ്ങക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കൊന്നും ഞങ്ങൾ ഇതോടുകൂടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കിട്ടിയ സന്തോഷം. എന്നാലും കൂടുതൽ താല്പര്യം അതാണോ? എന്താ ശ്രീദേവി ശ്രീലക്ഷ്മിയും എങ്ങനെയാ ബേബിയുടെ കാര്യം വരുമ്പോ? ഐഡന്റിക്കൽ ആകുമ്പോ വരുന്ന ബേബി ഐഡന്റിക്കൽ ആവാൻ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ 100% ഐഡന്റിക്കൽ ആവുമെന്ന് പറയാൻ പറ്റില്ല, ടിൻസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഐഡന്റിക്കൽ ആവാം, നോൺ ഐഡന്റിക്കൽ ആവാം, രണ്ടും ഡിഫറെന്റ് ആവാം. അതെ, പക്ഷെ ഇപ്പം അതിനകത്ത് ഞാനൊരു കമന്റ് കണ്ടതാണ്, നിങ്ങൾ ഇങ്ങനെ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ബേബീസിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടു കൂട്ടരെയും ബേബീസിനെ കണ്ട സിമിലാരിറ്റീസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണ്, സിമിലാരിറ്റീസ് ഓക്കെ, സിമിലാരിറ്റീസ് കാണും. ഓൾമോസ്റ്റ് സെയിം ജീനാണ്, ജീൻ സെയിം ആയതുകൊണ്ട് സിമിലാരിറ്റീസ് കാണും. അപ്പം ഇതുകൊണ്ടൊന്നും തീരില്ല, നിങ്ങളുടെ പ്രാങ്കുകൾ ഇവിടുന്ന് തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഇതാണല്ലേ. ഓക്കെ, അപ്പം എന്താ ഫാമിലി പ്ലാനിങ് ഒക്കെ എങ്ങനെയാ? എല്ലാരും കൂടെ ഒരുമിച്ച് താമസിച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം ബേബി, അല്ലെങ്കിൽ ജോലിക്ക് ശേഷം? എല്ലാരും സെറ്റിലായിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു കരിയർ ഡെവലപ്പിംഗ് സ്റ്റേജിലല്ലേ. എന്റെ ഒരു അമ്മായിയായിട്ടൊന്നും കാണില്ല, സ്വാഭാവികമായിട്ട് നമ്മള് ബേബി വരുമ്പോഴത്തേക്ക് ആ സിബ്ലിങ്സിനെ പോലെ ഇരിക്കും, ആരും ക്യൂരിയോസിറ്റി പുറത്ത് ചോദിക്കുന്ന കേട്ടോ. അങ്ങനെയൊന്നും കരുതരുത്, ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല. ഇല്ല, ജോലി സെറ്റിൽ ആയതിനു ശേഷം ഉണ്ടാവും. അതായത് നമ്മളിങ്ങനെ കാണുന്നില്ല, റിട്ടയർഡ് ആയിട്ടുള്ള പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഷെയർ ചെയ്യുന്ന കാണാം. അതായത് ഒരേ കോമ്പൗണ്ടില് ഒരേപോലെയുള്ള വീട് വെച്ചിട്ട് അങ്ങനെയൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈവൻ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലും അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത് പ്ലാൻ. അപ്പൊ നിങ്ങളുടെ പ്ലാൻ എങ്ങനെയായിരിക്കും? അത് റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണേലും ചിന്തിക്കാലോ. ഈ ഫ്ലാറ്റിന്റെ കാര്യത്തിൽ പറയുമ്പോ ജോലി ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരാണെങ്കിൽ തന്നെ ഒറ്റ ഫ്ലാറ്റില് ഇൻ കേസ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ 2 ഫ്ലാറ്റ് ആണെങ്കിൽ ഒറ്റ ഇതിൽ വേണം, ബിൽഡിങ്ങിൽ വേണം എന്നൊരു ഇതിലാണ്. വീടാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് ഒരു ആഗ്രഹം. ആദ്യം ഇപ്പൊ 2 കെട്ടാൻ ഞങ്ങളോട് സാധിക്കത്തില്ല, ജസ്റ്റ് ഒരു 1 കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ 4 പേരും കൂടി അവിടെ താമസിച്ച് പിന്നെ ഒരു വേറെ ഒന്നുകൂടി കെട്ടാം അടുത്ത് തന്നെ, അല്ലെങ്കിൽ ആ കമ്പോട് തന്നെ എന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അതായത് സെപ്പറേറ്റ് സിറ്റീസ് എന്നുള്ളത് എവിടെയും ചിന്തയിൽ പോലും ഇല്ല, അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പം എനിക്ക് വേറൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിലല്ലാതെ വേറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. അതാണ് ഏറ്റവും വലിയ നിങ്ങളുടെ ഫ്രണ്ട്സ് കോമൺ ആണ്, നിങ്ങളതോ അല്ലായിരിക്കുമല്ലോ? അല്ലല്ല, ഇവര് വന്നതുകൊണ്ട്, ഇവര് ഒരുമിച്ച് വന്നതുകൊണ്ട് ഫ്രണ്ട്സ് കോമൺ ആണ്. എന്റെ സുഹൃത്തിന്റെ ഇപ്പൊ ഞങ്ങള് +2 കഴിഞ്ഞത് ഞങ്ങള് സെപ്പറേറ്റ് ആക്കി. അപ്പൊ ഒപ്പം പോയത് മതി എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആക്കി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൊറേ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എനിക്കാണെങ്കിൽ സുഹൃത്താണെങ്കിലും ഭയങ്കര വൈഡാണ്. വെച്ചാല് പോയി അവിടെ എല്ലാം ഫ്രണ്ട്സ് ഉണ്ടാവും, ഞാൻ ഏതൊക്കെ പോയി അവിടെ എല്ലാം ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ ഒരു മെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താ വെച്ചാ, ഞങ്ങൾക്ക് 2 പേരും ഒരിക്കല് ഒരു മ്യൂച്വൽ ഫ്രണ്ട് വരും. കാരണം ഇവൻ ഏതൊക്കെ ഡയറക്ഷനിൽ പോയിട്ടുണ്ടോ, ഇവിടുന്ന് ഏതെങ്കിലും ഒരുത്തന്മാര് വന്നിട്ട് അവര് തമ്മിൽ ഫ്രണ്ട്സ് ആവും. അപ്പൊ അവര് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോ എന്റെ ഫ്രണ്ട് ശരത്ത്, അപ്പൊ അവൻ പറയും എന്റെ ഫ്രണ്ട് സുഹിത്ത്. അപ്പൊ അങ്ങനെ മ്യൂച്വൽ കണക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എനിക്കും അറിയാം, എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവനും അറിയാം. അതും ഭയങ്കര ക്ലോസ്ഡ് ആണ്. അതെ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ തമ്മിലൊരു ഡിഫറൻസ് പറയാനാണെങ്കിൽ അതായത് പറയല്ലോ, എന്റെ ഫ്രണ്ട് സർക്കിൾ വരുമ്പോഴത്തേക്ക് അവരുടെ വൈബ് ഇതാണ്, എന്റെ ഫ്രണ്ട് സർക്കിൾ വരുമ്പോ ഇപ്പൊ ഞാനും ഇവനും ഒരേ വൈബ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ കൂട്ടുകാരും ഒരേ വൈബ്. അതായത് ഡിഫറെന്റ് ഫീൽഡ് ആണേ ഉള്ളൂ അല്ലേ? 2 ഫീൽഡിലേക്ക് പോയതും ഫീൽഡ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ, വൈബൊക്കെ സെയിം തന്നെ. ഇപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇവന്റെ ഫ്രണ്ട്സിനെയും കൊണ്ടുവന്നു, ഞാൻ എന്റെ ഫ്രണ്ട്സിനെയും കൊണ്ടുവന്നു. ഞങ്ങള് 2 ഗ്രൂപ്പ് ഒരുമിച്ച് സിമ്പിൾ ആയിട്ട് പോകും, ഒരു ഇതൊന്നും ഉണ്ടാവത്തില്ല, ഈസി ആയിട്ട് വൈബായിട്ട് മാച്ച് ആയി പോകും. അതെ, എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര ചെറുതായിരിക്കും തോന്നുന്നു അല്ലേ? ആണോ? ഇല്ല, സർക്കിള് വലുതാണ്. ഞാൻ ഫ്രണ്ട്സിന്റെ ഇടയിൽ നല്ല ആക്റ്റീവ് ആണ്. ഞാൻ ഈ കാണുന്ന പോലെ അതല്ലേ, ഇത്ര സൈലന്റ് ആയിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സിനെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം അറിയാം, അതാണ്. അപ്പം നിങ്ങളുടെ ഇടയിൽ ഈ പറയുന്നത് നിങ്ങള് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് മറ്റേ പ്രാങ്ക് സെറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറ്റിക്കല് അങ്ങനെ പറ്റിക്കലായിട്ടൊന്നുമില്ല, മീൻസ് അവർക്ക് ഓൾറെഡി അറിയാലോ, കുറെ വർഷമായല്ലോ കാണാൻ തുടങ്ങിയിട്ട്. പിന്നെ നമ്മൾ 3 ഷെയറിംഗ് റൂം ആയിരിക്കും കോമൺ ആയിട്ട്. അപ്പൊ ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ആൾ എപ്പോഴും കൂടെ കാണും, അതുകൊണ്ട് അവർക്ക് അറിയാം. അങ്ങനത്തെ മെയിൻ ആയിട്ട് ഇല്ല, സ്ഥിരം കാണുന്നതുകൊണ്ട് അറിയാം. വീട്ടില് ചെല്ലപ്പേരുണ്ടോ 4 പേരുടെ?
ശരത്ത്, സുജിത്ത്, ശ്രീദേവി. സുഹൃത്തിന് അമ്മ അങ്ങനെ സെപ്പറേറ്റഡ് ആക്കിയിട്ടില്ല. അമ്മ സ്നേഹം കൂടുമ്പോ ഉണ്ണീന്ന് വിളിക്കും. അതെ, അത് അമ്മ ഉണ്ണീന്ന് വിളിക്കും. അടുത്ത ആരാണുള്ളത് അല്ല അതെ, അവര് ആ വിളി കേട്ടോളണം. അടുത്ത ആരാണുള്ളത് അത്രേ ഉള്ളൂ. ഓക്കെ, അവിടെയോ? ഞങ്ങൾക്ക് പൊന്നു ചിന്നു. പൊന്നു ചിന്നു. എനിക്ക് വീണ്ടും തെറ്റി. ഇത് ശ്രീദേവി, ശ്രീലക്ഷ്മി. ഇത് ശ്രീലക്ഷ്മി, ശ്രീദേവി. അത് ജസ്റ്റ് കല്യാണ, അതായത് ഏകദേശം 1 വർഷം മുമ്പ് എൻഗേജ്മെന്റിനുള്ള വീഡിയോ വെച്ചിട്ട് തന്നെ അത്യാവശ്യം നിങ്ങൾ വൈറൽ ആവേണ്ടിയിരുന്നതാണ്. അന്ന് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. അന്ന് എന്താ ഫ്രണ്ടിനല്ലേ അവർക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരിക ചെയ്തേ. അപ്പൊ ജസ്റ്റ് ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രേ. കല്യാണം എന്താ വെച്ചാൽ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, അപ്പൊ അതിക്ക് തന്നെ കൊടുക്കണം. അന്ന് നമുക്ക് ഒരുപാട് സമയപരിധികൾ ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് സമയം. അതെ അതെ. പിന്നെ ഇപ്പൊ ഇതിപ്പോ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ അവന് കൊടുക്കാൻ ഇത് പറ്റില്ല. ഭവിക്കുള്ള ക്രെഡിറ്റ് ആണ്. ഭവി ഷൂട്ട് ചെയ്ത കാരണം കൊണ്ടാണ് ഇത് ഇതുവരെ എത്തിയതും നിങ്ങൾ ഇങ്ങോട്ട് വന്നതും എല്ലാം. അത് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പെഷ്യൽ മൊമെന്റ് തന്നെ അവൻ അത് ക്യാമറ പകർത്തിയെന്നുള്ള കാര്യമായില്ല. അതെ, രണ്ടുപേർക്കും ഒരുപോലെ ഭാര്യമാരെ തെറ്റുന്നു, അത് അതേപടി കൂട്ടുകാരൻ പകർത്തുന്നു, എയറിലേക്ക് ഒന്നും മിണ്ടാതെ. ആള് ഭയങ്കര സ്കിൽഡ് ആണ്. ചെറിയൊരു ക്ലിപ്പ് കിട്ടിയാലും അതൊരു സ്റ്റോറി ആക്കും. ഒരു ചെറിയ ക്ലിപ്പ് കിട്ടിയാലും അത് റീലാക്കും, പുതിയ കണ്ടന്റ് ഉണ്ടാക്കും, അങ്ങനൊക്കെ. അവനും കുറെ എൻക്രീസ് ഒക്കെ വന്ന് തുടങ്ങി. അതെ, മറ്റേ ട്വിൻസിന്റെ വർക്കെടുത്താണല്ലേ. അപ്പൊ ഓക്കെ, എന്തായാലും കല്യാണ ഡേറ്റ് തൊട്ട് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് എന്താ പറയാ, എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന ട്വിൻ കപ്പിൾസ് ആയിരിക്കുകയാണ് നിങ്ങള്. സന്തോഷായില്ലേ? നിങ്ങളെ തിരക്കി ഞങ്ങൾ അവിടുന്ന് വരുന്നു. ഇനിയിപ്പം ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീല് വൈറൽ ആയില്ലെങ്കിൽ പോലും നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ വിളിക്കണ സാധനം വരും. ഒരാളിപ്പോ ഒരു കപ്പിൾ ഇറങ്ങി പോയിട്ട് അടുത്ത ആള് പുറകെ എന്താ ലൂപ്പിൽപ്പെട്ട സാധനം വരും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രാങ്ക് കാണിക്കാട്ടോ, അറിയാത്ത സ്ഥലത്ത് ഒരു ഐഡിയ കൂടെ കിട്ടിയത്. അപ്പം അങ്ങനെ ഫൺ ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരുപാട് സന്തോഷങ്ങളും ഈ പറയുന്ന പോലെ ആൾക്കാരിങ്ങനെ ഞെട്ടുന്ന തരത്തിലുള്ള ഓരോരോ പണികളൊക്കെ ഒപ്പിച്ച്, പിന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ വിത്തിൻ 1 ഇയർ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള കാര്യങ്ങളും സെറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി എന്താ പറയാ, ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ആലോചിക്കോ? പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോ ഇതേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്ന ഒരു ആൾക്കാരൊന്നുമില്ല. അതൊരു പാഷനും കാര്യങ്ങളൊന്നും അല്ല. അപ്പോ ഇനി അങ്ങനെ വരുമില്ല, വരാൻ പറ്റുമോ അറിയാൻ തോന്നുന്നില്ല. സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് അല്ലാതെ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കമാണ്, ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ ഒട്ടും ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല, ഒന്നും പ്ലാൻഡ് അല്ല. പലരും പറയുന്നുണ്ട് സ്ക്രിപ്റ്റഡ് ആണ്, ഏതാതൊന്നല്ല, നാച്ചുറലി സംഭവിച്ചു പോയി. കല്യാണം നടന്നു എന്നാൽ തന്നെ കേരളം മൊത്തം അറേഞ്ച് ചെയ്ത്, അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതൊരു തുടക്കമാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നന്ദി. അവര് ഓൾറെഡി ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡേയ്സ് ആയിട്ടേ ഉള്ളൂ. അവര് ആകെ വിരുന്നിന് പോകുന്ന തിരക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ പറഞ്ഞല്ലോ. പാലക്കാട് ഷൊർണൂര് ആറ്റിങ്ങൽ, ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് വിരുന്നിന് പോക്ക്, അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന പോലെ അസുഖങ്ങൾ വന്ന് അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പൊ കുറച്ച് ദിവസം ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഇവർ തന്നത്. അപ്പം ഒരുപാട് താങ്ക്സ്. പിന്നെ ഞങ്ങൾക്കും താങ്ക് യു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സ് എല്ലാവർക്കും നന്ദി.